ഓപ്പറേഷൻ സിന്ദൂറിൽ പാർലമെന്റിൽ അല്പസമയത്തിനകം ചർച്ച തുടങ്ങാൻ പോവുകയാണ്. ലോക്സഭയിലെ ചർച്ചയിൽ ഡോക്ടർ ശശി തരൂർ MP സംസാരിച്ചേക്കില്ല. ഇന്നു മുതൽ 3 ദിവസത്തേക്ക് സഭയിൽ ഉണ്ടാകണം എന്ന അംഗങ്ങൾക്ക് കോൺഗ്രസ് വിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചർച്ചയ്ക്ക് തുടക്കം കുറിക്കും. വിനീത VG ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനീത, ഓപ്പറേഷൻ സിന്ദൂറിൽ പാർലമെന്റിലുള്ള ചർച്ച അല്പസമയത്തിനകം തുടങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തരൂർ സംസാരിച്ചേക്കില്ല എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെ വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്ന് നൽകാനുള്ളത്? തീർച്ചയായും GK സൂചിപ്പിച്ചതുപോലെ തന്നെ തരൂർ സംസാരിച്ചേക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് തരൂരിനോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അറിയാൻ കഴിയുന്നുണ്ട്. രാവിലെ നമ്മൾ തരൂരിന്റെയൊക്കെ ഒരു പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ ഈ വിഷയം ചർച്ചയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറെ നാളായി പ്രതിപക്ഷത്തിന്റെ അടക്കം ആവശ്യമുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറും ഒപ്പം തന്നെ പെഹൽഗാം ഭീകരാക്രമണവും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. ലോക്സഭയിലായിരിക്കും ആദ്യ ചർച്ചയുണ്ടാവുക. നാളെയായിരിക്കും ഈ വിഷയം രാജ്യസഭയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചകൾക്ക് മുന്നോടിയായി തന്നെ ഭരണപക്ഷത്തെയും ഒപ്പം തന്നെ പ്രതിപക്ഷത്തെയും ഒക്കെ MPമാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇരു പാർട്ടികളും നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് 3 ദിവസത്തേക്കാണ് MPമാർക്ക് വിപ്പ് നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ MPമാരുടെയും സാന്നിധ്യം ഉറപ്പാക്കണമെന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം. രാവിലെ തന്നെ നമുക്ക് BJPയും സമാനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. എല്ലാ MPമാരും കൃത്യമായി സഭയിൽ ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ പിന്നാലെ ഇന്ത്യ സഖ്യം പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത്. നേരത്തെയും ഈ സഭ സമ്മേളിക്കുന്നതിന് മുന്നോടിയായി തന്നെ ഇത്തരം വിഷയങ്ങളിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു അജണ്ട പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ മുന്നണി അടക്കം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തതുമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന ആ ഒരു വിഷയത്തിൽ ഊന്നൽ നൽകാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. നേരത്തെ തന്നെ മനോജ് സിൻഹ അടക്കം ഈ വിഷയം ചൂണ്ടിക്കാണിച്ചതും ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലേക്കുള്ളൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന്, സുരക്ഷാ വീഴ്ച ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ തുറന്നു സമ്മതിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അതേ വിഷയം തന്നെ വലിയ രീതിയിൽ സഭയ്ക്കുള്ളിൽ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഒക്കെ തന്നെ തീരുമാനം. തുടർന്ന് ഇന്ന് അത്തരം വിഷയങ്ങൾ അവർ ഉയർത്തിക്കൊണ്ടുവരും തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് ഗൗരവ് ഗൊഗോയുടെ നേതൃത്വത്തിലായിരിക്കും പ്രതിപക്ഷത്തിന്റെ ചർച്ച ആരംഭിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രാജ്നാഥ് സിംഗും ഇന്ന് സഭയിൽ സംസാരിക്കും. ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ ഈ വിഷയങ്ങളിൽ ചർച്ച ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ 16 മണിക്കൂറാണ് അനുവദിച്ചിരിക്കുന്നതെങ്കിലും ഒരു സാഹചര്യം കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ അത് നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. GK, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിനീത, ഇതിൽ ശശി തരൂർ MP സംസാരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. തരൂർ ഇപ്പോൾ പാർട്ടി നേതൃത്വവുമായി അകന്ന് നിൽക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യത്തിൽ തരൂർ നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ വിവാദമായതും നമ്മുടെ മുന്നിലുണ്ട്. തരൂർ പാർലമെന്റിൽ ഇപ്പോൾ ലോക്സഭ തുടങ്ങിയിട്ടുണ്ട്, ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ലോക്സഭയിൽ തരൂർ നിശബ്ദനായിരിക്കാനാണോ സാധ്യത വിനീത? തീർച്ചയായും നിലവിലെ സാഹചര്യങ്ങളിൽ അങ്ങനെ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഏറ്റവും ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് GK സൂചിപ്പിച്ചതുപോലെ തന്നെ സർവകക്ഷി സംഘങ്ങളുടെ വിദേശ പര്യടനം അടക്കം നമുക്ക് ഉദാഹരണമാണ്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും എത്തി അവിടെയൊക്കെ തന്നെ ഈ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു ആ ഓരോ മേഖലകളിലും തരൂർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം പ്രധാനമന്ത്രിയുടെ നടപടികളെ അദ്ദേഹം വാനോളം പുകഴ്ത്തുകയും ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെയൊക്കെ വലിയ രീതിയിൽ അനുകൂലിച്ചൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ അത് പാർട്ടിയെ നേതൃത്വത്തെ ആകമാനം ചൊടിപ്പിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കേരളത്തിലെ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വലിയ വിമർശനവും ഇക്കാര്യത്തിലുണ്ടായിരുന്നു. തരൂരിനെതിരെ നടപടി സ്വീകരിക്കണമെന്നടക്കം ഒരു വിഭാഗം നേതാക്കൾ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത്തരമൊരു കടുത്ത നടപടികളിലേക്കോ അത്തരത്തിലേക്കുള്ള ഒരു നീക്കത്തിലേക്കോ പോകേണ്ടതില്ല. തരൂർ വിഷയം വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്താൽ മതി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്. ആ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലേക്കുള്ള ഒരു നീക്കം അത് തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഇന്നൊരു പക്ഷെ അത്തരത്തിലേക്കുള്ള വിഷയങ്ങളിൽ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ആ ചർച്ചയിൽ തരൂർ സംസാരിച്ചേക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തരൂരിന്റെ പേര് നൽകിയിരിക്കുന്ന പട്ടികയിൽ ഇല്ല എന്നും കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രാവിലെ നമ്മൾ തരൂരിന്റെ വീട്ടിലെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം ഇത്തരം വിഷയങ്ങളിലോ അല്ലെങ്കിൽ ഇന്ന് ഈ ഉണ്ടായ വിഷയത്തിലോ ഒന്നും തന്നെ പ്രതികരിക്കാൻ താൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം അറിയിക്കുകയും ചെയ്തത്. ഗോപി, വിനീത, ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ സർവകക്ഷി സംഘം ഓപ്പറേഷൻ സിന്ദൂരിനെ ന്യായീകരിച്ചും എന്തുകൊണ്ട് പാകിസ്ഥാനെതിരെ ഇങ്ങനൊരു നിലപാട് ആവശ്യമാണെന്ന് രാജ്യാന്തര സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു കക്ഷികളിൽ പല നേതാക്കളുമൊക്കെ.
അപ്പോൾ ഈ വിഷയത്തിൽ ഇന്ന് പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ചർച്ച നടക്കുമ്പോൾ എന്തായിരിക്കും പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്ന ഒരു സമീപനം? ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ, അതിന്റെ ന്യായീകരണങ്ങളെ മുഴുവൻ നഖശിഖാന്തം എതിർക്കുക എന്ന ഒരു സമീപനമായിരിക്കുമോ കോൺഗ്രസ് സ്വീകരിക്കുക? ഇപ്പോൾ കശ്മീരിലുണ്ടായ സംഭവം, പഹൽഗാം ആക്രമണത്തെ സംബന്ധിച്ച് അതിലെ സുരക്ഷാ വീഴ്ചയുടെ കാര്യത്തിൽ കേന്ദ്രം തന്നെ ഒരു അളവ് വരെ ആ കാര്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യത്തിൽ എന്ത് സമീപനമായിരിക്കും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ സഭയിൽ ഇന്ന് സ്വീകരിക്കുക ചർച്ച നടക്കുമ്പോൾ? ജികയിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണമാണ്. കോൺഗ്രസ് അടക്കം, രാഹുൽ ഗാന്ധി അടക്കം, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ പിന്നാലെ കഴിഞ്ഞ ദിവസം മനോജ് സിൻഹയൊക്കെ ഈ കാര്യം തുറന്നു സമ്മതിക്കുകയും, അതായത് സുരക്ഷ, ആ മേഖലകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ എത്തിക്കാനും വേണ്ട രീതിയിൽ സുരക്ഷ ഒരുക്കാനും കഴിയാതെ പോയിരുന്നു. അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന സിൻഹ തന്നെ സമ്മതിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അതേ വിഷയം തന്നെയായിരിക്കും ഇന്ന് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരിക. ഈ സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരിക്കും പ്രതിപക്ഷം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.